സെറ്റ് സാരിയാണോ സെറ്റ് മുണ്ടാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും സെറ്റ് സാരിയല്ല സെറ്റ് മുണ്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന്. അല്ലെന്ന് പറഞ്ഞാൽ അതൊരു കള്ളായിപ്പോവും. കാരണം എനിക്ക് സെറ്റ് മുണ്ടാണ് കേട്ടോ കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് ഉടുക്കാൻ പറ്റാറ്. പക്ഷേ വല്ലപ്പോഴും ഞാൻ ഇതുപോലെ സെറ്റ് സാരിയൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ സെറ്റ് സാരി സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ മെറ്റീരിയൽ ഐദർ നല്ല കോട്ടൺ ആയിരിക്കണം അല്ലെങ്കിൽ നല്ല ഹാൻഡ്ലൂം മെറ്റീരിയൽ ആയിരിക്കണം. ഞാനിന്ന് എടുത്തിട്ടുള്ളത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. എനിക്ക് ഡിജിറ്റൽ പ്രിൻറ്റുകൾ അധികം താല്പര്യമില്ല. പ്രിൻറ്റിനെക്കാട്ടിലും എനിക്കിഷ്ടം ഒന്നുകിൽ ഹാൻഡ് പെയിൻറ്റഡ് ആയിരിക്കണം അല്ലെങ്കിൽ ത്രെഡ് കൊണ്ടുള്ള എംബ്രോയ്ഡറി വർക്ക്സ് ഒക്കെ എനിക്കിഷ്ടമാണ്. എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി ത്രെഡിൻ്റെ കൊച്ചു കൊച്ചു കണിക്കുന്ന പൂക്കൾ എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ഒരു സെറ്റ് സാരിയാണ് കേട്ടോ. പിന്നെ ആൻറ്റിക് ഗോൾഡ് കസവാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. മഞ്ഞ കസവ് എനിക്ക് അത്ര താല്പര്യമില്ല. പിന്നെ സെറ്റ് സാരിയുടെ വിട്ട് നല്ലോണം ഉണ്ടായിരിക്കണം. ഫ്രണ്ടിലുള്ള ബ്ലൗസ് പീസ് ഞാൻ ഒരിക്കലും കട്ട് ചെയ്തെടുക്കാറില്ല. അതിന് പകരം ഞാൻ ഏതെങ്കിലും ഒരു റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയൽ എടുത്തിട്ട് അതിൽ ബോർഡറൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യാണ് പതിവ്. അപ്പോൾ എനിക്ക് സെറ്റ് സാരിക്ക് നല്ലോണം ഞൊറിയും കിട്ടും. ബാക്കിലേക്ക് ഇടുമ്പോൾ പല്ലുവിന് നല്ല നീളം കിട്ടും. കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഇച്ചിരി വണ്ണമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഈ ട്രിക്ക് എപ്പോഴും ഉപകാരപ്രദമായിരിക്കും കേട്ടോ. ഈ അടിപൊളി സെറ്റ് സാരി ഞാൻ മേടിച്ചത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള ശ്രീജയ സിൽക്സ് എന്ന് പറഞ്ഞ പേജിലാണ്. പേജ് ഞാൻ കൊളാബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത റീലിൽ കാണുമ്പോൾ